ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഈ വീഡിയോയിൽ നമ്മളിന്ന് നമ്മളുടെ പുതിയ ടൂളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ടൂള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഒരു ടൂളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ ഈ ടൂളിൻ്റെ വർക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ടൂളിൻ്റെ ഒരു ഇ ബുക്ക് ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 33 പേജ് വരുന്ന ഇ ബുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലും യൂട്യൂബിൻ്റെ ലിങ്കിലൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ടൂള് നിങ്ങളുടെ ചാർട്ടിലേക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു ഫസ്റ്റ് ഇൻ്റർഫേസ് ആയിരിക്കും ഈ ഒരു ഇൻ്റർഫേസ്. ഓക്കെ, അതായത് ഇതിൻ്റെ പേര് SMTT ആൽഫ എൻജിൻ ബിൽറ്റ് ഫോർ സ്ട്രക്ചേർഡ് മാർക്കറ്റ് ഡൊമിനേഷൻ എന്നാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡും കാണാൻ സാധിക്കും. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഈ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റൈലിൽ പോയി ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് അൺചെക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഡാഷ്ബോർഡ് സൈസ് ജസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കൂട്ടി. ഓക്കെ, മീഡിയം ആക്കി. ഓക്കെ, ഇപ്പം നമുക്ക് ഡാഷ്ബോർഡ് അത്യാവശ്യം വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കാരണം ഞാൻ ഓരോ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ വലുതാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടൂളിൻ്റെ മെയിനായിട്ടുള്ളൊരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതുണ്ടോ, സീറോ ഡിസ്റ്റർബൻസ് ട്രേഡിംഗ് മെഷീൻ. ഓക്കെ, അതായത് നമുക്ക് ഈ ടൂള് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി ലൈൻ, ഒരു ടാർഗറ്റ് ലൈൻ, ഒരു SL ലൈൻ. ഓക്കെ, അതുപോലെ തന്നെ എൻട്രി ട്രിഗർ ആകുന്ന ക്യാൻഡിൽ വൈറ്റ് കളറിൽ കാണാൻ സാധിക്കും. അതുപോലെ ടാർഗറ്റ് ട്രിഗർ ആകുന്ന ക്യാൻഡിൽ യെല്ലോ കളറിൽ കാണാൻ സാധിക്കും. അതുപോലെ SL ട്രിഗർ ആകുന്ന ക്യാൻഡിൽ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻ കേസ് TSL കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ TSLൻ്റെ ഓപ്ഷൻ ഉണ്ട്. TSL ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ TSL ട്രിഗർ ആകുന്ന ക്യാൻഡിൽ ഒരു ആഷ് കളറിൽ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ഡാഷ്ബോർഡ് അല്ലാതെ നമുക്ക് മന്ത്ലി PNL ഡയറക്റ്റായിട്ട് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് രാവിലെ 00 hours മുതൽ വൈകിട്ട് 11:59 വരെ ഉള്ള സ്ട്രാറ്റജീനെ ഫുള്ള് റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ വരുന്ന റിസൾട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് അതാത് മാസത്തെ ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ 16-ാം തീയതിയാണ് നിൽക്കുന്നത്, 16 മാർച്ചാണ്. സോ 1-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് PNL കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കണ്ട, റൈറ്റ് സൈഡിൽ ഡാഷ്ബോർഡിലേക്ക് വരിക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെഡിങ്ങിൽ എൻജിൻ പെർഫോമൻസ് എന്ന് പറയുന്നൊരു കോളം നമുക്കുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ട്, അതിൽ BTC USD എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഏത് ചാർട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് റിപ്പോർട്ടിൽ കാണിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ ഒരു ചാർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുണ്ട്, ഇവിടെ ഗോൾഡ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ XAU USD എന്ന് കാണിക്കും. ഇപ്പം ബാങ്ക് നിഫ്റ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ അവിടെ കാണിക്കും. അതിന് താഴെ നോക്കിയാൽ ഫ്രം ടു എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ബാക്ക് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ ആണ് ഈ ഒരു റിസൾട്ട്, നെറ്റ് പോയിൻറ്റിൻ്റെ റിസൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, BT റേഞ്ച്. ഈ ഒരു റിസൾട്ട് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് എന്നുള്ളതാണ് ഈ ഫ്രം ടൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഫ്രം ടൂവിൽ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് 15 days എന്നിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഇന്ന് മുതൽ പുറകോട്ടുള്ള ലാസ്റ്റ് 15 daysൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ടൈമോട് കൂടി തന്നെ വരും. അതായത് ഇന്ന് ഈ ഒരു നിമിഷം ഇപ്പം എത്രയാണ്, 3:31. ഓക്കെ, ഈ 3:31 മുതൽ പുറകോട്ട് 15 days വരുന്ന ആ 3:31 വരെ നമ്മളുടെ ഈ ഒരു സിസ്റ്റം കളക്ട് ചെയ്തിരിക്കുന്ന എത്ര പോയിൻ്റാണ്, 32,844 പോയിൻ്റാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രം ടൂവിൽ കാണിക്കുന്നതാണ് നെറ്റ് പോയിൻ്റ് BT റേഞ്ചിൽ നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അതിന് താഴെ നമുക്ക് ടുഡേ നെറ്റ് പോയിൻ്റ് ഉണ്ട്. ഇന്നത്തെ ദിവസം കളക്ട് ചെയ്തത് കാണാൻ സാധിക്കും.
ഇത് ഏകദേശം എല്ലാ ദിവസവും രാവിലെ റീസെറ്റ് ആവും. രാവിലെ 00 hours മുതൽ വൈകിട്ട് 11:59 വരെയുള്ള ഒരു ടൈമിലായിരിക്കും ടുഡേയ്സ് നെറ്റ് പോയിന്റിൽ കാണിക്കുന്നത്. ഓക്കെ, അതിന് താഴെ എൻട്രീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഫിൽറ്റർ ഇപ്പോൾ ഓഫാണ്. അപ്പോൾ എൻട്രീസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ, അതായത് ഈ ഫ്രം ടു നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പീരീഡിൽ എത്ര എൻട്രി പോയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 709 എൻട്രീസ് ഈ ഒരു പീരീഡിൽ ലാസ്റ്റ് 15 ദിവസത്തിൽ പോയിട്ടുണ്ട്. അതിൽ 338 എണ്ണം ബൈ എൻട്രിയും 371 എണ്ണം സെൽ എൻട്രിയാണ് പോയിരിക്കുന്നത്. ഇതുകൊണ്ടോ ഇവിടെ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോ കാണാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ലാഷ് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് 29 എൻട്രി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ 18 എൻട്രി ബൈയും 11 എണ്ണം സെല്ലുമാണ്. ഓക്കെ, അത് ആക്ച്വലി ഇന്നത്തെയാണ്. ഇതിപ്പോൾ 1:1 സ്കാൽപ്പിംഗ് മോഡ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു 2070 പോയിൻ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന എൻട്രിയാണ് ഇത്. ഓക്കെ, ഇതിൽ 18 എൻട്രി ബൈയും 11 എൻട്രി സെല്ലുമാണ്. അതിൽ ടാർഗറ്റ് ഹിറ്റായിരിക്കുന്നത് 16 എണ്ണം ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്, 8 എണ്ണം SL ആണ് ഹിറ്റായിരിക്കുന്നത്, 5 എണ്ണം ട്രെൻഡ് ചേഞ്ച് നടന്നു. ഓക്കെ, ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ റിസൾട്ടാണ് 2070 പോയിൻ്റ്. അതേപോലെ തന്നെ ഈ 709 എൻട്രിയിൽ ലാസ്റ്റ് 15 ദിവസത്തിൽ വന്നിട്ടുള്ള 709 എൻട്രിയിൽ 369 എണ്ണം ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, 197 എണ്ണം SL ആണ്, 1:1 ആണേ. 143 എൻട്രി ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് എൻട്രിയിൽ നിൽക്കുമ്പോൾ ട്രെൻഡ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, വാലിഡ് എൻട്രിയിൽ നിന്നും ട്രെൻഡ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് വരുന്നതാണ് 32,844 പോയിൻറ്റ്. ഓക്കെ, ഇതിൽ തന്നെ ടാർഗറ്റിൻ്റെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് SYS RR 1:1 എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മെത്തേഡിലാണ് SL അല്ലെങ്കിൽ ടാർഗറ്റ് പ്ലേസ് ആയിരിക്കുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ ഈ ടൂളിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു എൻജിൻ പെർഫോമൻസ് ലാസ്റ്റ് എപ്പോഴാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് തരുന്നത്. ഇതെപ്പോഴാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്? ഇപ്പോൾ ജസ്റ്റ് ഒരു 15:35, അതായത് 3:35 അപ്ഡേറ്റ് അതാണ്. ഇപ്പോൾ ഏകദേശം 3:35 ആയിട്ടുണ്ട്, മുകളിൽ നോക്കി കാണാൻ സാധിക്കും. സോ അത് 3:35 അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ കോർ വിൻ റേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ആക്ച്വലി നെറ്റ് ടാർഗറ്റ് ആൻഡ് SL, അതായത് നമ്മൾ 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര എണ്ണം ടാർഗറ്റ് അടിച്ചു, എത്ര എണ്ണം SL അടിച്ചു. ഓക്കെ, SL അടിച്ചു, ടാർഗറ്റ് അടിച്ചു, ഇത് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. SLനകത്ത് ഇപ്പോൾ നമ്മൾ TSL എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ TSLും SLൽ തന്നെ കൗണ്ട് ആകും. ഓക്കെ, അല്ലാതെ ട്രെൻഡ് ചേഞ്ച് ഈ ഒരു കോർ വിൻ റേറ്റിൽ കൗണ്ട് ആകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും നമ്മളുടെ ഒരു സെറ്റപ്പിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് എത്ര എണ്ണം പ്രോപ്പറായിട്ട് ടാർഗറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്, എത്ര എണ്ണം SL ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു കൺസെപ്റ്റ്. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 65% വിൻ റേറ്റ് ഉള്ള കൺസെപ്റ്റാണിത്. ഓക്കെ, അതായത് 1:1 റിസ്ക് റിവാർഡ് അനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ റണ്ണാകുന്നത്. കണ്ടോ, 1:1 അനുസരിച്ച് നമ്മൾ ഈവൻ റൺ ചെയ്യിച്ചിട്ട് നമുക്ക് 65% നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 66% കാണിക്കുന്നുണ്ട്. അത് എന്താണ് ആക്ച്വലി? അത് ഇന്നത്തെയാണ്. ഈ 29 എൻട്രിയിൽ 16 എണ്ണം ടാർഗറ്റ് അടിച്ചല്ലോ, 8 എണ്ണം SL അടിച്ച്. ഓക്കെ, അതിൻ്റെ ഇൻഫർമേഷനാണ് നമുക്ക് ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, അതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് വിൻ റേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഈ സ്ട്രിക്റ്റ് വിൻ റേറ്റിനകത്ത് നമ്മൾ ട്രെൻഡ് ചേഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടാർഗറ്റും SLും ട്രെൻഡ് ചേഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തു, അത് നമ്മുടെ ഫേവറിൽ നിൽക്കുന്ന സമയത്താണ് ട്രെൻഡ് ചേഞ്ച് ആകുന്നതെങ്കിൽ അത് നമ്മൾക്ക് പ്രോഫിറ്റ് കുറച്ച് കളക്ട് ആയതാണല്ലോ. ഓക്കെ, അതായത് ഇവിടെ നമ്മളിപ്പം ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു, താഴേക്ക് മൂവ് ചെയ്യുന്നു, താഴെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ട്രെൻഡ് ചേഞ്ച് കിട്ടി. സോ എന്താണ്, ഇവിടെ ടാർഗറ്റ് നമുക്ക് മേ ബി 500 പോയിൻ്റ് ആയിരിക്കും, പക്ഷേ 200 പോയിൻ്റ് വന്നപ്പോൾ തന്നെ ട്രെൻഡ് ചേഞ്ച് നടന്നു. അപ്പോൾ 200 പോയിൻ്റ് നമ്മുടെ ഫേവറിലാണ് വന്നിരിക്കുന്നത്. അതപ്പോൾ പ്രോഫിറ്റ് സൈഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ട്രെൻഡ് ചേഞ്ച് നടക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോഴാണ് മാർക്കറ്റ്. അതായത് നമ്മളുടെ എഗനിസ്റ്റ്, നമ്മൾ എൻട്രി എടുത്തിട്ട് എഗനിസ്റ്റ് പോയി നമ്മൾ ലോസിൽ നിൽക്കുമ്പോഴാണ് ട്രെൻഡ് ചേഞ്ച് നടക്കുന്നതെങ്കിൽ അത്
SL സൈഡിലേക്കും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓവറോൾ ആയിട്ടുള്ള വിൻ റേറ്റ് തരും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എത്രയാണ് 53% ആണ് ഈ 710 ട്രേഡിൻ്റെ വിൻ റേറ്റ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ 55 ആണ്. ഓക്കെ, അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഫാക്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രോഫിറ്റ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ട്രേഡ് എടുക്കുമ്പം നമ്മൾ 1 രൂപ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് മാർക്കറ്റിൻ്റെ നിന്ന് തിരിച്ചു മേടിക്കുന്നത്, ഇതാണ് പ്രോഫിറ്റ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 710 ട്രേഡിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പം 1.76 ആണ് നമ്മൾ തിരിച്ചു മേടിക്കുന്നത് മാർക്കറ്റിൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പം ഈ പ്രോഫിറ്റ് ഫാക്ടർ നമുക്ക് എപ്പോഴും ഒരു 1.34 മുകളിലുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് ഇതിങ്ങനെ നിങ്ങളിപ്പം ഓരോ ചാർട്ട് മാറ്റി മാറ്റി ഇടുമ്പം അണ്ടർ പെർഫോമൻസിലുള്ള സ്റ്റോക്കോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഈ കളറൊക്കെ നിങ്ങൾക്ക് ഡിമ്മായി കാണിക്കും. ഓക്കെ, അതായത് ഇപ്പം ഒരു പ്രോഫിറ്റ് ഫാക്ടർ 1.4 താഴെയുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിം കളറിലായിരിക്കും. അപ്പം ടൂൾ തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും അതിനെ പിടിക്കേണ്ടെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പുറകെ പോകേണ്ടെന്നുള്ളത് ടൂൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും വിഷ്വലി. ഓക്കെ, അതിന് താഴെ എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മളൊരു ട്രേഡിൽ നമ്മളുടെ സ്ട്രാറ്റജി വർക്കൗട്ടായി കഴിയുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. ഓക്കെ, അത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 710 ട്രേഡിൽ നമ്മൾ എത്രയാണ് 32,000 സംതിങ് പോയിൻ്റ് കളക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ആവറേജ് എക്സ്പെക്റ്റൻസി അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് വിൻ ബാർ ആവറേജ് ലോസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം ആദ്യം കാണിക്കുന്ന രണ്ടെണ്ണം നമ്മളുടെ BT റേഞ്ചിൻ്റെയാണ്. ഓക്കെ, അതിൽ നമ്മൾ നോക്കി ആവറേജ് വിൻ ആൻഡ് ആവറേജ് ലോസ് നോക്കിയാൽ നമ്മൾ വിൻ ചെയ്യുമ്പോഴൊക്കെ ഏകദേശം 200 പോയിൻറ്റിൻ്റെ നിയറാണ് നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് നമ്മൾ ആ ഒരു റേഞ്ചാണ് പിടിച്ചിരിക്കുന്നത്. ലൂസ് ആകുമ്പോൾ എത്രയാണ് 129 ഒരു ആവറേജാണ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ നോക്കിക്കേ, ഇന്നത്തത് 243 ഇന്നത്തെ ഒരു ആവറേജ് വിൻ റേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ആവറേജ് ലൂസ് എത്രയാണ് 140 പോയിൻ്റാണ്. ഈവൻ 1:1 നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിന് താഴെ ക്ലോസ്ഡ് ട്രേഡ്സ് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 710 ട്രേഡ് ഇന്ന് വരെ, അതായത് ലാസ്റ്റ് 15 ദിവസത്തെ ടിൽ നൗ ഇപ്പോൾ വരെ നടന്നിട്ടുണ്ട്. അതിൽ 709 ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം നോക്കിയാൽ റണ്ണിങ് ആണ്, കണ്ടില്ലേ? ഏകദേശം നമ്മളുടെ ഫേവറിൽ 44 പോയിൻറ്റ് റണ്ണിങ് ആണ്. 0.23 ആണ് അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പം നിൽക്കുന്നത്, ഏകദേശം 0.04%. ഓക്കെ, എൻട്രി പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 73,319, അതായത് എക്സാക്റ്റ് ഈ ലൈനാണ് 73,319. ഓക്കെ, നമുക്ക് ഈ ഒരു EP അതായത് എൻട്രി പ്രൈസ് ലോക്കായി എൻട്രി വരുന്ന സമയത്ത് തന്നെ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, ഇത് അൽഗോ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അൽഗോ എടുത്തോളും. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ അൽഗോ പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം 30 ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിൽ 29 ക്ലോസ് ആണ്, ഒരെണ്ണം ഇപ്പോൾ റണ്ണിങ് ആണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു കൺസെപ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാത്ത കാര്യം എന്താണ്, എൻട്രി ഫിൽറ്ററിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ആക്കുമ്പോൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് നേരെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഈ സെറ്റിങ്സിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല സെക്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇതും വളരെ സിമ്പിൾ കൺസെപ്റ്റ് തന്നെയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാം. അതുമാത്രമല്ല, നമുക്കിപ്പോൾ അക്യുറസി കാര്യങ്ങളൊക്കെ വീണ്ടും ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, എൻട്രി ആക്യുറസി ഫിൽറ്ററിങ്. അതായത് ഇപ്പോൾ ഉള്ള എൻട്രിയിലെ നമ്മൾ കുറച്ചുകൂടെയും ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി എന്താണ്, ഓഫാണ് അല്ലേ? ഇവിടെ ഓഫാണ്. അതുകൊണ്ട് തന്നെ എൻട്രീസിൽ നോക്കിയേ ഫിൽറ്റർ ഓഫ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സെറ്റിങ്സിൽ വന്ന് എല്ലാ കാര്യവും കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഡാഷ്ബോർഡിൽ കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഫിൽറ്റർ ഓൺ ആക്കാം.
ഫിൽറ്റർ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓണായി. ഡാഷ്ബോർഡിൽ എൻട്രീസ് ഫിൽറ്റർ ഓണായി. ഇതിവിടെ ഓഫ് ചെയ്താൽ അവിടെ അത് ഓഫ് ആവും. ഓക്കെ, അപ്പം ഫിൽറ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഇംപ്രൂവ് എൻട്രി ആക്യുറസി വിത്ത് സ്ട്രോങ്ങർ ഫിൽറ്ററിങ്. ഓക്കെ, ഇതിൽ താഴെ പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ്ങർ ഫിൽറ്ററിങ് വരും, ഫ്യൂവർ എൻട്രീസ് വരും, ആൻഡ് ഹയർ വിൻഡ്രീറ്റ് ആക്യുറസി വരും. ഈ ഒരു കൺസെപ്റ്റ് ഓൺ ആക്കിയാൽ ഇവിടെ 1000 താഴെ വാല്യൂ ഉള്ള സിമ്പിൾ, അതായത് 1000 താഴെ ട്രേഡ് ചെയ്തിട്ടിരിക്കുന്ന സിമ്പിളിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ളൊരു വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ, അതേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 ഇടാം, അല്ലെങ്കിൽ 2 ഇടാം, അപ് ടു 10 വരെ ഇടാം. ഓക്കെ, 1000 മുകളിലേക്കുള്ള സിമ്പിളിൽ നമുക്ക് 1 മുതൽ 100 വരെയുള്ള വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു ബാക്ക് ടെസ്റ്റ് റേഞ്ച് ഒരു 3 മന്തിൻ്റെ ആക്കുവാണേ. 3 മന്താക്കി. അപ്പോൾ ഏകദേശം എത്രയാണ് നമുക്ക് 1,78,461 പോയിൻ്റ് കളക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ BTC ആണല്ലോ യൂസ് ചെയ്യുന്നത്. BTCനെ ഞാൻ ഒരു 50 പോയിൻ്റ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് മുമ്പ് എത്രയായിരുന്നു നോക്കാവേ. അതിന് മുമ്പ് നോക്കിയേ, ഇപ്പോൾ ഫിൽറ്റർ ഇല്ല, ഫിൽറ്റർ ഓഫാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 3 മാസത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, 3 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3437 എൻട്രി പോയിട്ടുണ്ട്. ഓക്കെ, അതിൽ സെയിം 1665 എണ്ണം ബൈ, 1772 എണ്ണം സെല്ല്. ടോട്ടലായിട്ട് നമുക്ക് 1865 എണ്ണം ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 911 എണ്ണം SL അടിച്ചിട്ടുണ്ട്. 660 ട്രെൻഡ് ചേഞ്ച് നടന്നിട്ടുണ്ട്. 67 വിൻ റേറ്റ്. ഓക്കെ, അപ്പം 3437 എൻട്രിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എൻട്രീനെ ജസ്റ്റ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഞാനിത് ഓൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ ഓണാണ്. ഇവിടെ നോക്കിയാൽ 1587 എൻട്രി ആയി മാറിയത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വിൻ റേറ്റ് 75% ഉയർന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 1:1 ആണ് നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ടും 1587 ട്രേഡിൽ 971 എണ്ണം ടാർഗറ്റും 312 എണ്ണം മാത്രമാണ് SL അടിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് 1:2 മുകളിൽ ഇവിടെ തന്നെ ഈ ഒരു ടാർഗറ്റ് SL റേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം 19 ട്രേഡായിട്ട് കുറഞ്ഞു. അതിൽ 10 ട്രേഡ് ടാർഗറ്റ് അടിച്ചു, 4 ട്രേഡ് SL അടിച്ചു, 5 ട്രേഡ് ട്രെൻഡ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ കോർ വിൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 71% ആണ്. ഓക്കെ, താഴെ നിങ്ങൾക്ക് ആവറേജ് വിന്നും ലോസൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ ഇത്രയായിരുന്നു 1,78,000 സംതിങ് ആയിരുന്നു നമുക്ക് 3000 സംതിങ് എൻട്രിയിൽ കളക്റ്റ് ആയത് ആദ്യം. ഓക്കെ, ഞാനിവിടെ ഈ അക്യുറസി ഒന്ന് ആഡ് ചെയ്തപ്പം എന്താ ഇവിടെ 1,60,000 സംതിങ്ങിലേക്ക് വന്ന് നേരെ പകുതി ട്രേഡായിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അതിനനുസരിച്ചുള്ള എൻട്രി ആയിരിക്കും അപ്പോൾ കാണിക്കുന്നത്. എല്ലാം മാറും, ഫുള്ള് മാറും. ഓക്കെ, നമ്മളിവിടെ ഡാഷ്ബോർഡ് മാറ്റുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു എൻട്രീസ്, പ്രീവിയസ് ആയിട്ടുള്ള എൻട്രീസ് കാണിക്കുന്നതിലും ഡിഫറൻസ് ആവും. ഓക്കെ, ഇപ്പം നിങ്ങൾ ചില സമയത്ത് 3 മാസത്തെ ഇട്ട് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് 3 മാസത്തെ ഡീറ്റെയിൽ ഫെച്ചായി കിട്ടണമെന്നില്ല. കാരണം ഇതിപ്പോൾ പ്രീമിയം അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രീ അക്കൗണ്ട്, ട്രേഡിംഗ് വേണ്ടി ഫ്രീ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 15 ഡേയ്സോ 1 മന്തോ ഒക്കെ വരെ ആയിരിക്കും കിട്ടുന്നത്. അത് സിമ്പിളിനെ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിമും അത് ഡിപ്പെൻഡ് ആയിരിക്കും. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ നിങ്ങൾക്ക് അധിക ദിവസത്തെ ബാക്ക് ടെസ്റ്റ് കിട്ടത്തില്ലായിരിക്കും. ഹയർ ടൈം ഫ്രെയിം ആണെങ്കിൽ മേ ബി അത് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ 50 ഇട്ടാണ് ചെക്ക് ചെയ്തത്. ഇനി നമുക്ക് 100 ഇടാം. 100 ഇടുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും എൻട്രി കുറഞ്ഞു. നേരത്തെ 1500 വന്നാണ് 50 ഇട്ടപ്പം. 100 ഇട്ടപ്പോൾ എത്രയാണ്? 700 എൻട്രി സംതിങ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ 438 എൻട്രി ടാർഗറ്റ് ഹിറ്റാണ്, 122 എൻട്രിയാണ് SL ഹിറ്റായിരിക്കുന്നത്. ഓക്കെ, 78% ആണ് നമ്മുടെ വിൻ റേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കിയാൽ നേരത്തെ നമ്മളിവിടെ 50 ഇട്ട ടൈമിൽ 19 എൻട്രി ആയിരുന്നു ഇന്നത്തെ ദിവസം കാണിച്ചിരുന്നത്. ഇപ്പോൾ എത്രയാണ്? 5 എൻട്രി ആയി മാറി. 3 2 5. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ടാർഗറ്റ്, 1 SL, 1 ട്രെൻഡ് ചേഞ്ച്. ഓക്കെ, 5 ക്ലോസ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ എൻട്രി ഇല്ല, എൻട്രി കുറഞ്ഞു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. കണ്ടില്ലേ, നേരത്തെ ഇവിടെയൊക്കെ എൻട്രി കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം നിങ്ങൾ ഇതുണ്ട്, ഇവിടെ നമുക്ക് ഇപ്പം തന്നെ ലൈവായിട്ട് കാണാം. ഇവിടെ ഞാൻ 50 ഇടാം. 50 ഇടുമ്പോൾ എൻട്രി അവിടെ വരും. കണ്ടോ, ഇവിടേക്ക് എൻട്രി കാണിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ടുള്ള എല്ലാ എൻട്രി എടുക്കും. പിന്നെ കണ്ടോ, ഇപ്പം ലാസ്റ്റ് വന്ന് ടാർഗറ്റ് ഹിറ്റ് ആവുകയാണ്. 1:1 ടാർഗറ്റ് 137 പോയിൻറ്റ് SL, 137 പോയിൻറ്റ് ടാർഗറ്റിൻ്റെത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് സൈസ് ആൻഡ് ടെക്സ്റ്റ് കൺട്രോളാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് ഡാഷ്ബോർഡ് എനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് മോഡാണ്. ഇതിൽ തന്നെ പ്രോ ഡാഷ്ബോർഡ് അവൈലബിൾ ആണ്, അതുപോലെ ഡീറ്റെയിൽഡ് ഡാഷ്ബോർഡ് അവൈലബിൾ ആണ്. പ്രോ ഡാഷ്ബോർഡിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അതായത് ഡിഫോൾട്ടായിട്ട് ഇത് പ്രോ ഡാഷ്ബോർഡിലായിരിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡീറ്റെയിൽഡിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ എന്താണ്, ബാക്ക് ടെസ്റ്റ് റിസൾട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നു. അതായത് നിങ്ങൾ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ബാക്ക് ടെസ്റ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഫുള്ള് കാര്യങ്ങൾ കാണിക്കും. ടുഡേ ഇന്നത്തത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ പോയിൻ്റ് ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ടാർഗറ്റ് അടിച്ചില്ലേ, എത്രയാണ്, 135ൻ്റെ ഒരു ടാർഗറ്റ് ഇപ്പോൾ അടിച്ചു. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അത് നമ്മളൊരു നോർമൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് വലുതായിട്ട് വരും. കണ്ടോ, അതുപോലെ തന്നെ നമ്മൾ എൻട്രി എടുത്തു കഴിയുമ്പം എൻട്രി EP, എൻട്രി പോയിൻ്റ്, റിസ്ക് റിവാർഡ്, എത്ര പോയിൻ്റ് നമ്മുടെ ഫേവറിൽ റണ്ണായി, അതെല്ലാം കാണിക്കുന്നതെല്ലാം അതിൻ്റെയൊക്കെ ടെക്സ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഇത് തന്നെയാണ്. ഓക്കെ, പോയിൻ്റ് ടെക്സ്റ്റ് സൈസ് തന്നെയാണ്. ഇത് ടൈനി ആക്കി കഴിഞ്ഞാൽ വളരെ ചെറുതായി മാറും. നമുക്ക് മൊബൈലിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നോർമലി സ്മോൾ ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഡാഷ്ബോർഡ് സൈസ് PCക്കും മൊബൈലിനും അവൈലബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മൊബൈലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമലി നമുക്ക് ടൈനിയോ സ്മോളോ യൂസ് ചെയ്യാം. PC അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് മീഡിയം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് വിസിബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ പോയിൻ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ഇതിൽ, ഡാഷ്ബോർഡിൽ തന്നെ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് കണ്ടോ, ഇതിപ്പോൾ പോയിൻറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, നെറ്റ് പോയിൻറ്റിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ഇപ്പം ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവർ പിപ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഗോൾഡിനെ ഇടാം. ഇപ്പം ഇതുണ്ടോ, ഇവിടെ പോയിൻറ്റിലാണല്ലോ കിടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോയിൻറ്റിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് പിപ്സിൽ കാണണം. ഒത്തിരി ട്രേഡേഴ്സ് പിപ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് പിപ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പിപ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എത്ര പോയിൻ്റ് ഇന്നത്തെ ദിവസം ഗോൾഡ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ 458 പിപ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ നോർമലി ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഫോറക്സിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്തോളും. ഓക്കെ, അപ്പം ഡാഷ്ബോർഡിനകത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി PNL കലണ്ടർ. ഓൾറെഡി ഇത് ഞാൻ കാണിച്ചതാണ്, നമ്മളുടെ സെറോദയിലേക്കുള്ള സെയിം കൺസെപ്റ്റ്. ഇപ്പോൾ ഈ BTCയുടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സെറ്റപ്പ്, അതായത് 1:1 റിസ്ക് റിവാർഡ് അനുസരിച്ച് സിസ്റ്റം ബേസ്ഡ് കൺസെപ്റ്റാണ് ഇപ്പോൾ ഓടുന്നത്. അതനുസരിച്ച് ഫുൾ ഡേ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ദിവസത്തിൽ നമുക്ക് എത്രയാണ്, ഏകദേശം എല്ലാ ദിവസവും പ്രോഫിറ്റാണ്. ഓക്കെ, ഒരു ദിവസം മാത്രമാണ് നെഗറ്റീവ് ഉള്ളത്, സാറ്റർഡേ. ഓക്കെ, അത് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം. നമുക്കത് ട്രേഡ് ചെയ്യുന്ന സമയത്തിനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഫുള്ള് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതെ അതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൽ താഴെ നോക്കി കഴിഞ്ഞാൽ കലണ്ടർ ഡേ ഫിൽറ്റർ ഉണ്ട്. അത് ഓട്ടോയിൽ തന്നെ വിട്ടേക്കുക. അത് സാറ്റർഡേ സൺഡേനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻ കേസ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, സാറ്റർഡേ സൺഡേ ഒക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് വെളിയിലേക്ക് ഇറക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഓട്ടോ തന്നെ വിട്ടേക്കും അതിനെ. അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ റിസ്ക് സെറ്റിങ്സ്, സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് മോഡ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് സിസ്റ്റം ബേസ്ഡ് കൺസെപ്റ്റിലാണ് ഓടുന്നത്. അതായത് ഇപ്പം നമ്മളുടെ ഈ ഒരു സിസ്റ്റം എൻട്രി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റം തന്നെയാണ്
SLും ടാർഗറ്റും ഫിക്സ് ചെയ്യുന്നത്. അതാണ് സ്റ്റോപ്പ് ലോസ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, സിസ്റ്റം സ്വിങ് ആണ് ഇട്ടിരിക്കുന്നത്. അതായത് സിസ്റ്റം സ്വിങ് ഓട്ടോ എന്നുള്ളൊരു ഓപ്ഷനാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ എന്ത് ചെയ്യും, ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ നിയർ ബൈ ആയിട്ടുള്ള സ്വിങ്ങിനെ കണ്ടുപിടിച്ച് SL പ്ലേസ് ചെയ്യും. ഓക്കെ, ഇപ്പം നോക്കിയേ, ഇപ്പം 73,379 നമുക്കിപ്പോൾ എൻട്രി വന്നിരിക്കുന്നത്. 73,379. ഓക്കെ, ഈ റേഞ്ചാണ് നമുക്ക് എൻട്രി വന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റീസെൻറ്റ് സ്വിങ് ഏതാണ്? ഇതാണ്. ഓക്കെ അല്ലേ, ഇതാണ് റീസെൻറ്റ് സ്വിങ് വന്നിരിക്കുന്നത്, സ്വിങ് ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അത് 50 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ചെയ്തിട്ടുണ്ട് SLനെ. ഓക്കെ, അതുപോലെ തന്നെ അതനുസരിച്ച് 1:1 ആണ് ഇപ്പോൾ ടാർഗറ്റ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഇപ്പം 1:1 അല്ലേ ടാർഗറ്റ് കിടക്കുന്നത്, അതിനെ നമുക്ക് 1:2 ആക്കാം. ഇതുണ്ടോ, 1:2 ഇട്ടപ്പോൾ എന്താണ്, കഴിഞ്ഞ എൻട്രിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ടാർഗറ്റ് അടിച്ചിട്ടില്ലല്ലോ. അത് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പുതിയ എൻട്രി സെർച്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 137 നമ്മുടെ SL വന്നിരിക്കുന്നത്. ടാർഗറ്റ് എത്രയാണ്? 275 പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ 1:2 ഇട്ടപ്പോൾ എന്താണ്, ഇവിടെയും 1:2 കാണിച്ചു. അതായത് ടാർഗറ്റ് സിസ്റ്റം മോഡിലാണ് കിടക്കുന്നതെന്നും റിസ്ക് റിവാർഡ് നിങ്ങളുടെ 1:2 ആണെന്നും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫിൽട്ടർ ഓഫ് ആണെന്നും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കത് 1:3 വേണോ, അങ്ങനെയും ചെയ്യാം. റിസ്ക് റിവാർഡിനെ ജസ്റ്റ് 1:3 ആക്കി കഴിഞ്ഞാൽ കേട്ടോ, അത് 412 പോയിൻ്റായി ടാർഗറ്റ്. അപ്പോൾ എന്താണ്, ഇവിടെ വിൻ റേറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. വിൻ റേറ്റിലൊന്നും കാര്യമില്ല. കാരണം നമ്മൾ 1:3 ഇട്ടിട്ട് 30-40% പിടിച്ചു കഴിഞ്ഞാലും അത് വലിയൊരു പ്രോഫിറ്റിലേക്ക് തന്നെയുള്ളൂ പോകത്തുള്ളൂ. ഓക്കെ, ഈവൻ നിങ്ങൾ പ്രോഫിറ്റ് ഫാക്ടർ നോക്കിക്കഴിഞ്ഞാലും 1.73, 2.34 ഒക്കെയാണ്. സോ അത് നല്ലതാണ്. വിൻ റേറ്റ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഡൗൺ ആയിട്ടുള്ളൂ. അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നോർമലി നമുക്ക് 1:2, 1:3 വരെയൊക്കെ പോകാം. ഇൻ കേസ് നിങ്ങൾക്ക് 1:10 ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകും കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ 1:1 തന്നെ വെക്കാം. ഇപ്പോൾ SL അടിച്ച് കാണാം. 1:1 ആണെങ്കിൽ SL അടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു 50 പോയിൻ്റ്. ഓക്കെ, ഇനി അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, സിസ്റ്റം മോഡ്. കണ്ടില്ലേ, ഇതിൽ നമ്മൾ എന്താണ്, സിസ്റ്റം സ്വിങ് ആണ് SL സെലക്ട് ചെയ്യുന്നത്. SL വൺസ് സെലക്ട് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് 1:2, 3, 4 വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അത് പ്ലോട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കൺസെപ്റ്റ് കൂടെയും അവൈലബിൾ ആണ്. ഈ ഒരു സിസ്റ്റം ബേസ് തന്നെ എൻട്രി ക്യാൻഡലിൻ്റെ ഹൈയിലോ ലോയിലോ SL പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് ഒരു ബൈ ആണ് എടുക്കുന്നതെങ്കിൽ ആ ബൈ നടന്നിട്ടുള്ള ക്യാൻഡലിൻ്റെ ലോയിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവും. അവിടെ നിന്ന് 1:2, 3, 4, 5, 6 എത്രയാണോ നിങ്ങൾക്ക് ടാർഗറ്റിനെ മാനേജ് ചെയ്യാം. അതായത് RRനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം അതിനൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പം എൻട്രി ക്യാൻഡിൽ ഇട്ടു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഏത് ക്യാൻഡിലാണോ എൻട്രി വന്നത്, ഈ ക്യാൻഡിലാണല്ലോ എൻട്രി വന്നത്, അതിൻ്റെ ലോയിൽ SL വന്നു. ആ SL ട്രിഗറായി. കണ്ടില്ലേ? ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം കുറച്ച് വലിയ ടൈം ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോ 30 മിനിറ്റിലേക്കാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്യാൻഡിൽ വലുതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ ക്യാൻഡിലിൻ്റെ ലോയിനെയൊക്കെ നമുക്ക് SL സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഫർദർ TSL ഷിഫ്റ്റും പോസിബിളാണ്. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ കൺസെപ്റ്റാണ് ഇത്. എൻട്രി ക്യാൻഡിലിൻ്റെ ഹൈ ലോ സെല്ലാണ് നടക്കുന്നതെങ്കിൽ ഹൈയിൽ പോകും SL. അവിടെ നിന്ന് 1:2, 3, 4, 5, 6 അപ് ടു 10 വരെ പോവും. ബൈ ആണ് നടക്കുന്നതെങ്കിൽ ലോയിൽ വരും. ഓക്കെ, ഞാനിപ്പം ഡിഫോൾട്ടായിട്ട് ഇതിൽ നിങ്ങൾക്ക് സിസ്റ്റം സ്വിങ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ എൻട്രിയിൽ നോക്കിക്കഴിഞ്ഞാലും പോയിൻറ്റിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം കാണാൻ പറ്റും. ഇതുകൊണ്ട് ഇവിടെ 65 പോയിൻ്റാണ് SL ടാർഗറ്റ് വന്നിരിക്കുന്നത്. 1:1 ആയിരുന്നേ. ഇവിടെ 200 പോയിൻ്റ് കിട്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 560 സംതിങ് പോയിൻ്റ് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് 222 പോയിൻ്റ് കിട്ടി. അതായത് അത് ആ സ്വിങ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ റിസ്ക് ഡിസൈഡ് ചെയ്യുന്നതും അതിനനുസരിച്ച് നമ്മൾ റിവാർഡ് കളക്ട് ചെയ്യുന്നതും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ഷനിൽ തന്നെ അതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ SL ആൻഡ് ടാർഗറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ,
ഇതുണ്ട്. ഞാൻ ഇതിൽ വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എന്താണോ ഇതിനു മുമ്പ് കാണിച്ചു തന്നിരിക്കുന്നത് അതെല്ലാം ഓഫായി. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താണോ കൊടുക്കുന്നത്, മാനുവൽ പോയിൻ്റ് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും എൻട്രിയുടെ മുകളിൽ വരുന്നത്. എൻട്രി സെയിം ആയിരിക്കും, എൻട്രി നമ്മളുടെ മെഷീൻ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ബട്ട് അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്ര വേണം, ടാർഗറ്റ് എത്ര വേണം എന്നുള്ളത് യു ക്യാൻ ഡിസൈഡ്. ഇപ്പം BTCനെ സംബന്ധിച്ച് ഞാനൊരു 250 പോയിൻ്റ് SLും 500 പോയിൻ്റ് ടാർഗറ്റുമാണ് വെക്കുന്നതെങ്കിൽ ഞാനിത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എനിക്കറിയാം എൻ്റെ എല്ലാ എൻട്രീസിലും 1:2 ആണ് പോകുന്നത്. ഒരു SL വന്നു കഴിഞ്ഞാൽ അത് 250 പോയിൻ്റ് ആണെന്നും ടാർഗറ്റ് വന്നാൽ 500 പോയിൻ്റ് ആണെന്നും അറിയാം. ബട്ട് സിസ്റ്റത്തിൽ എന്താണ്, സിസ്റ്റം കൺസെപ്റ്റിൽ ഡൈനാമിക് ആണ്. ഓക്കെ, ഈ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ടോ, ടാർഗറ്റിൽ നോക്കിയേ, മാനുവൽ 500 പോയിൻ്റാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. SLൽ മാനുവലിൽ 250 പോയിൻ്റാണ് വെച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ 250 പോയിൻ്റ് SLും 500 പോയിൻ്റ് ടാർഗറ്റും വെച്ചിരുന്നെങ്കിൽ 1591 പോയിൻ്റ് സംതിങ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 75% ആണ് ഇന്നത്തെ വിൻ റേറ്റ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 1:1 ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ 250 വെച്ചാൽ മതി. ഓക്കെ, കണ്ടോ, ഇപ്പോൾ എത്രയാണ്, 1,50,000 പോയിൻ്റ് കളക്ട് ചെയ്തു. 1941 പോയിൻ്റാണ് ഇപ്പോൾ ഇവിടെ ടാർഗറ്റ് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അതെന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പം നമ്മൾ ഗോൾഡിലാണെങ്കിൽ 5 പോയിൻ്റ് ടാർഗറ്റ്, 10 പോയിൻ്റ് SL വെക്കാം. അപ്പം ഇതിവിടെ വൺസ് ടിക്ക് ആണെങ്കിൽ പിന്നെ സിസ്റ്റം ബേസ്ഡ് അവിടെ വർക്കാകത്തില്ല. ഓക്കെ, ഇതിവിടെ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ബേസ്ഡ് അവിടെ ആക്ടിവേറ്റ് ആവും. ഓക്കെ, അതിന് താഴെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിമ്പലിൻ്റെ ഇപ്പോഴുള്ള വാല്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് SLും ഇത്ര പെർസെൻറ്റേജ് ടാർഗറ്റും വെക്കാം. ഇപ്പോൾ എത്രയാണ്, 0.2% SLും 4%, 0.4% ടാർഗറ്റും വെച്ചിരുന്നു. അതിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, 1,48,000 സംതിങ് പോയിൻ്റ് ലാസ്റ്റ് 3 മന്തിൻ്റെ കളക്റ്റഡ് ആണ്. ഇന്നത്തെ പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ 2,472 പോയിൻ്റ് കളക്റ്റഡ് ആണ്. 63% റിസ്ക് വിൻ റേറ്റ് ഇപ്പോൾ നമുക്കുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാതെ പ്രോഫിറ്റ് ഫാക്ടറും ഇപ്പോൾ ഉണ്ട്. എല്ലാം 1:1.7ഉം 2.54ഉം വെരി ഗുഡാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 291 പോയിൻ്റാണ് ഇന്നത്തെ നമ്മൾ ആവറേജ് വിന്ന് വരുന്നത്. 115 പോയിൻ്റ് ആവറേജ് ലൂസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ല കൺസെപ്റ്റാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റിസ്ക് സെറ്റിങ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും അൺടിക്ക് ആണെങ്കിൽ ഓക്കെ, ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ആയിരിക്കും പിന്നെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏതാണോ ടിക്ക് കിടക്കുന്നത് അതായിരിക്കും വർക്കാകുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് TSL ഫീച്ചേഴ്സ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എനേബിൾ ക്യാൻഡിൽ ബേസ്ഡ് TSL ആഫ്റ്റർ ക്ലോസ് ഇൻ ഫേവർ. അതായത് ഇപ്പം നമ്മൾ ഏത് മോഡാണ് ഇട്ടിരിക്കുന്നത്, SYS മോഡാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് എൻട്രി നോക്കട്ടെ. ഞാനേ ഒരു 280-500 മാനുവൽ ഇടാം, കാരണം TSL എക്സ്പ്ലെയിൻ ചെയ്യാൻ അതായിരിക്കും എളുപ്പം. പക്ഷെ എൻട്രി വന്നിട്ടില്ലല്ലോ. ഗോൾഡിൽ നോക്കാം, ഗോൾഡിൽ എൻട്രി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ TSL കാണിക്കാം. ഇവിടെയും എൻട്രി ഇല്ല. ഓക്കെ, ഞാനത് പറയാം. അത് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് എൻട്രി വന്നു കഴിഞ്ഞാൽ ഞാൻ എൻട്രി ലൈവായിട്ട് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, എന്താണെങ്കിലും BTCയിൽ മാനുവലി കിടക്കട്ടെ. 250 പോയിൻ്റ് SLും 500 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഇട്ടു. ദെൻ സെറ്റിങ്സിൽ പോവാം. ഓക്കെ, ഇവിടെ എന്താണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് TSL ഫീച്ചർ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, ഒരു എൻട്രി ട്രിഗറായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. എൻട്രി ട്രിഗറായി കഴിഞ്ഞ്
നമ്മളുടെ ഫേവറിൽ ആ എൻട്രി മൂവ് ആയാൽ, ഇപ്പോൾ ഒരു ബൈ എൻട്രിയാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ഫേവറിൽ ഒരു ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ താഴേക്ക് എസ് എല്ലിനെ ട്രയൽ ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എൻട്രി വന്നു, ഇവിടെ ഒരു എൻട്രി എടുത്തു, ഈ ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത്, അടുത്ത ക്യാൻഡിൽ നമ്മുടെ ഫേവറിൽ മൂവ് ചെയ്തു. ഓക്കെ, മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ആ ക്യാൻഡിൽ നമ്മുടെ ഫേവറിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഏതാണോ എൻട്രി എടുത്ത ക്യാൻഡിൽ, ആ ക്യാൻഡിലിൻ്റെ താഴേക്ക് നമുക്ക് എസ് എല്ലിനെ ആദ്യം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പം ഒരു ക്യാൻഡിലാണ് വെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഒരു ക്യാൻഡിൽ നമ്മളുടെ ഫേവറിൽ ഫോം ആയി കഴിയുമ്പോൾ തന്നെ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ താഴേക്ക് എസ് എൽ ട്രയൽ ആവും. അപ്പോൾ എന്താണ്, ഇവിടെ എന്താണ് ഡ്രോപ്പായി, നമ്മളുടെ വിൻ റേറ്റും കാര്യങ്ങളൊക്കെ ഡ്രോപ്പായി. കാരണം ഈസി ആണല്ലോ, നമ്മൾ എൻട്രി എടുക്കുന്നു, നമ്മളുടെ ഫേവറിൽ ഒരു ക്യാൻഡിൽ ഫോം ആകുന്നു, അതിന് താഴേക്ക് പെട്ടെന്ന് ക്യാൻഡിൽ വരും, അത് ഹിറ്റാകാനുള്ള ചാൻസ് കൂടുതലാണ് നോർമലി. ഓക്കെ, ബട്ട് അതിൽ കാര്യമില്ല, നമ്മളുടെ നെറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എപ്പോഴും പ്രോഫിറ്റബിളി തന്നെയാണ്. പ്രോഫിറ്റ് ഫാക്ടർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെയാണ് വർക്കാകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം, എത്ര ക്യാൻഡിൽ നമ്മളുടെ ഫേവറിൽ വരണം എന്നുള്ളത് നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു ക്യാൻഡിലാണ് ഡിഫോൾട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 ക്യാൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫേവറിൽ 2 ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ 3 വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാൻഡിൽ, നമ്മളുടെ ഫേവറിൽ 3 ക്യാൻഡിൽ ഫോമായ മാത്രമേ ഉള്ളൂ ട്രെയിലിംഗ് സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഓക്കെ, ട്രെയിലിംഗ് സ്റ്റാർട്ടായി ഫസ്റ്റ് എന്താവും, ട്രെയിൽ സ്റ്റാർട്ടായിട്ട് ഏതാണോ എൻട്രി ക്യാൻഡിൽ, ആ ക്യാൻഡിലിൻ്റെ താഴെ വന്ന് അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ മുകളിൽ വന്ന് എസ് എൽ പ്ലേസ് ആകും. അതായത് എസ് എൽ എന്നുള്ളത് ഷിഫ്റ്റായി ടി എസ് എൽ വന്ന് പ്ലേസ് ആകും. ഓക്കെ, അവിടെ നിന്ന് പിന്നെ ഫർദർ ഷിഫ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്യുക. ഓക്കെ, ടി എസ് എൽ ഫർദർ ഷിഫ്റ്റ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഫേവറിൽ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നമ്മൾ എൻട്രി ഇവിടെയാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്നതിനകത്ത് 2 ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളിതിനകത്ത് നമ്മളുടെ ഫേവറിൽ മൂവ് ചെയ്യുന്ന 2 ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി, എൻട്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി. അപ്പോൾ എന്താണ്, ഇവിടെയാണ് എൻട്രി ക്യാൻഡിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി എസ് എൽ താഴെ നിന്ന് ഷിഫ്റ്റായി എൻട്രി ക്യാൻഡിലിൻ്റെ താഴെ വരും. ഓക്കെ, പിന്നെ നമ്മളുടെ ഫേവറിൽ വീണ്ടും 2 ക്യാൻഡിൽ ഫോമായി കഴിയുമ്പോൾ ഇത് എന്താവും, ഈ ക്യാൻഡിലിൻ്റെ താഴേക്ക് വരും. ഓക്കെ, വീണ്ടും 2 ഫോമായി കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് കയറും, അടുത്ത ക്യാൻഡിലിൻ്റെ മുകളിൽ കയറും. വീണ്ടും 2 ക്യാൻഡിൽ ഫോമായി കഴിയുമ്പോൾ ഇത് അടുത്ത 2 ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് കയറും. ഓക്കെ, അതായത് 2 ക്യാൻഡിൽ നമ്മൾ വെക്കുവാണെങ്കിൽ 2 ക്യാൻഡിൽ കയറുന്നതനുസരിച്ച് ഇതിന് 2 ക്യാൻഡിൽ സ്റ്റെപ്പ് അപ്പ് ആവും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതില്ലെങ്കിൽ, ഇപ്പോൾ ഇത് വേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് ലോക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇത്ര പോയിൻ്റ് നമ്മുടെ ഫേവറിൽ വന്നു കഴിയുമ്പം എനിക്ക് ടി എസ് എൽ ജസ്റ്റ് ഒന്ന് ലോക്കാക്കിയാൽ മതി. ഓക്കെ, അതിനുള്ളൊരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതുണ്ടോ, ഇവിടെ നിന്ന് എനേബിൾ പോയിൻ്റ് ബേസ്ഡ് ടി എസ് എൽ ലോക്ക്. അതായത് ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് നമ്മളുടെ ഫേവറിൽ ഇപ്പോൾ ഒരു എൻട്രി വന്നിട്ടുണ്ട്, കണ്ടോ, ഞാനിതിൽ കാണിക്കാം. ഏകദേശം 73,311 EP വന്നിരിക്കുന്നത്, 250 പോയിൻ്റ് എസ് എൽ, ടാർഗറ്റ് 500 പോയിൻ്റ്. അപ്പം നമുക്ക് നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ച് ഇവിടെ അൽഗോയിലാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻട്രി പോയി കാണും. ഓക്കെ, ഇവിടെ നമുക്ക് ലോക്ക് പോയിൻറ്റിനെ എനേബിൾ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു 100 പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, 100 പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫേവറിൽ 100 പോയിൻ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു 0 ആണ് വെക്കുന്നതെങ്കിൽ ഏതാണോ എൻട്രി പോയിൻ്റ്, ആ എൻട്രി പോയിൻറ്റിലേക്ക് എസ് എൽ വരും. ഓക്കെ, നമ്മൾ എസ് എൽ എത്രയാണ് വെച്ചിരിക്കുന്നത്, 250 ആണ് എസ് എൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെയാണ് ഓൺ ആക്കുന്നതെങ്കിൽ, ഓക്കെ, 100ഉം 0 ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞ് നമ്മളുടെ എൻട്രി പോയിൻറ്റിൽ നിന്നും 100 പോയിൻ്റ് നമ്മളുടെ ഫേവറിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എസ് എൽ കോസ്റ്റ് ടു കോസ്റ്റ് ആവും. 0 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു 50 ആണ് വെക്കുന്നതെങ്കിൽ നമ്മളുടെ ഫേവറിൽ 100 പോയിൻ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി പ്രൈസിന് മുകളിലേക്ക് 50 പോയിൻ്റ് ഇത് ട്രയലാകും. അതായത് ഒരു എൻട്രി എടുക്കുന്ന നമ്മൾ ഒരു 500 കൊടുത്തു, 600 ഇത് ചെന്നു, 100 പോയിൻ്റ് മുകളിൽ വന്നു. അപ്പോൾ 500 നിന്ന് 550 വന്ന് ടി എസ് എൽ കിടക്കും. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ സ്റ്റിൽ നിങ്ങൾക്ക്
ഇവിടെ ലോക്കായി കഴിഞ്ഞിട്ടും ഫർദറായിട്ട് TSL ഷിഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കൊരു 300 പോയിൻ്റാണ് ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, 300 പോയിൻ്റ് നമ്മളുടെ എൻട്രി എടുത്ത് കഴിഞ്ഞ് നമ്മളുടെ ഫേവറിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ SL ഷിഫ്റ്റായി എൻ്റെ എൻട്രി പ്രൈസിൻ്റെ മുകളിലേക്ക് ഒരു 150 പ്രൈസ് വന്ന് ലോക്ക് ചെയ്യണം. അതായത് 150 പോയിൻ്റ് ലോക്ക് ചെയ്യണം. സോ അതും പോസിബിളാണ്. കണ്ടില്ലേ, നോർമലി അങ്ങനെ നമുക്ക് പോസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് SL ഷിഫ്റ്റാന്ന് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SL ലൈനാണ്. ഇത് ഇവിടെയാണ് ശരിക്കും ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇതിൻ്റെ മുകളിലാണല്ലോ 250 പോയിൻ്റ് SL വരുന്നത്. ബട്ട് നമ്മളുടെ ഫേവറിൽ 300 പോയിൻ്റ് ഫേവർ ആയതുകൊണ്ട് തന്നെ അത് എങ്ങോട്ടാണ് 150 പോയിൻ്റ് നമ്മളുടെ ഫേവറിൽ വന്ന് താഴെ വന്ന് കിടക്കുന്നുണ്ടോ? കണ്ടോ, 180 അല്ലേ, എക്സാക്റ്റ് 150 പോയിൻ്റ് താഴെ വന്ന് കിടക്കുകയാണ്. ഇൻ കേസ് ഇത് തിരിച്ച് കയറി കഴിഞ്ഞാൽ ഈ ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി TSL ട്രിഗർ ആവും. ഓക്കെ, TSL ട്രിഗർ ആകുന്ന ക്യാൻഡിൽ നിങ്ങളെ കാണിക്കാം ഞാൻ. ഇതുകൊണ്ട് ഇവിടെ ഇപ്പം ആ എൻട്രി കയറിപ്പോയി. നമ്മുടെ അൽഗോയ്ക്ക് നമ്മൾ TSL നോർമലി യൂസ് ചെയ്യത്തില്ല. TSL വേറെ രീതിയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് മെയിനായിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റൺ ചെയ്യിക്കുന്നതിലാണ്. ഓക്കെ, TSL പിന്നെ നമുക്ക് മാനുവൽ ട്രേഡേഴ്സിനൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ അതിൻ്റെ താഴെ നോക്കിയാൽ യൂട്ടിലിറ്റീസ് ആൻഡ് മിസ്ലേനിയസ് സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇതും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് നമുക്ക് 3 പോസ് വിൻഡോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പോസ് വിൻഡോ ടൈം നമ്മൾക്ക് സെലക്ട് ചെയ്യാം. ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി പോസായി പോകും. ആ ടൈമിൽ നമുക്ക് ഇവിടെ സിഗ്നൽ കാണിക്കത്തില്ല. അതായത് ഇപ്പോൾ എത്രയാണ് സമയം, ഇപ്പം 4:22 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നു എനിക്ക് 4 മണി മുതൽ 4:30 വരെ ട്രേഡ് വേണ്ട. ഓക്കെ, അല്ലെങ്കിൽ 4:30 മുതൽ 5 വരെ ട്രേഡ് വേണ്ട. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വിൻഡോ എനേബിൾ ചെയ്യുന്നു. ഇവിടെ എത്രയാണ്, 4:30 ഞാൻ സെലക്ട് ചെയ്യുന്നു. 4:30 എന്ന് പറയുമ്പോൾ 4:16 5 വരെ. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പീരീഡിൽ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എൻട്രി വാനിഷ് ആയല്ലോ, അവിടെ നമുക്ക് കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടൈം പീരീഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കിപ്പം വൈകുന്നേരം 7 മണി എന്ന് പറയുന്ന എല്ലാ ദിവസവും വളരെ വോളറ്റാലിറ്റി ഉള്ളൊരു സമയമാണ്. സോ ആ ടൈമിൽ വേണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ നമുക്ക് എൻട്രി വേണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് ഈ എൻട്രീനെ എല്ലാം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ഇതിനനുസരിച്ച് നിങ്ങളൊരു നല്ലൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് നിർത്തും. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോം, അതായത് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാനുവലായിട്ടുള്ള നമുക്ക് ഇപ്പം 2-3 സമയങ്ങൾ വേണം. അതായത് രാവിലെ ഒരു 2 മണിക്കൂർ വേണം, വൈകിട്ട് ഒരു 2 മണിക്കൂർ വേണം, നൈറ്റ് അവേഴ്സിൽ ഒരു 2 മണിക്കൂർ വേണം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടൈം നിങ്ങളിവിടെ കൊടുത്താൽ മതി. ഇപ്പം റെയിൽവേ ടൈം വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 24 അവേഴ്സ് ടൈം വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മളുടെ ഫേവറിൽ മൂവ് ചെയ്യുവാണ്. ഏകദേശം 300 പോയിൻ്റ് സംതിങ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് TSLനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി എൻട്രി ബേസ്ഡ് TSL ആണെങ്കിൽ 300 പോയിൻ്റ് നമ്മുടെ ഫേവറിൽ വന്നുകൊണ്ട് തന്നെ SL ലൈൻ മുകളിലോട്ട് പോയിരിക്കുന്നത് കണ്ടോ, താഴെ കിടന്ന SL ലൈനാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഞാനിതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു റെഡ് ലൈൻ താഴോട്ട് പോരും. കണ്ടോണേ, കണ്ടോ, ഈ SL താഴെയാണ് കിടക്കുന്നത്. ഞാനിതിനെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ, അതായത് പോയിൻ്റ് ബേസ്ഡ് TSL എനേബിൾ ചെയ്യിച്ചപ്പം അത് മുകളിലേക്ക് പോയി. അതിനെ താഴേക്ക് തന്നെ കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇവിടെ ക്യാൻഡിൽ ബേസ്ഡ് നോക്കാം. ഉണ്ട്, ക്യാൻഡിൽ ബേസ്ഡ് 1 ഇട്ടിരിക്കുന്നത്. സോ നമ്മളുടെ ഫേവറിൽ ഒരെണ്ണം ഫോം ആയപ്പോൾ തന്നെ ഇതിലേക്ക് വന്നു. ഇനി ഇത് നമ്മളുടെ ഫേവറിൽ ഫോം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഷിഫ്റ്റായി ഇവിടെ വരും. ഇൻ കേസ് നമ്മളിവിടെ ഒരു 3 കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ക്യാൻഡിലൂടെയും ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതായത് എൻട്രി ക്യാൻഡിൽ ഇൻക്ലൂഡാണ്. ഈ ഒരു ക്യാൻഡിലൂടെ ഫോം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു TSL ഷിഫ്റ്റായിട്ട് ഇവിടെ വരും. ഓക്കെ, പിന്നെ അതിനനുസരിച്ച് ഷിഫ്റ്റിംഗ് നടക്കും. ഓക്കെ, അതിന് താഴെ നിങ്ങൾ നോക്കിയാൽ എനേബിൾ നെറ്റ് ടാർഗറ്റ് അലേർട്ടിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അത് നോർമലി നിങ്ങൾക്ക് ആവശ്യം വരത്തില്ല. അത് നമ്മളുടെ അൽഗോയ്ക്ക് വേണ്ടിയുള്ളതാണ്. പെർ ഡേയുടെയാണ്. ഇത് റീസെറ്റ് ആകുന്ന എല്ലാ ദിവസവും രാവിലെയാണ്. അപ്പോൾ നമുക്കിപ്പം ടാർഗറ്റ് എത്ര പോയിൻ്റാണ്, സ്റ്റോപ്പ് ലോസ് എത്ര പോയിൻ്റാണെന്ന് അറിയാൻ വേണ്ടി, അതായത് ഇപ്പം ഒരു ദിവസത്തെ ഓവറോളുള്ള റിസ്ക് ഹിറ്റായോ അല്ലെങ്കിൽ ഒരു ഓവറോളായിട്ടുള്ള ടാർഗറ്റ് ഹിറ്റായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു
30 പോയിൻ്റ് ടാർഗറ്റ് നമ്മൾ വെച്ചിരിക്കുന്നെങ്കിൽ, മൊത്തത്തിൽ വെച്ചിരിക്കുന്നെങ്കിൽ 30 പോയിൻ്റ് ഇവിടെ റീച്ച് ആകാൻ നേരത്ത് അത് എക്സിറ്റ് അല്ല, നമുക്ക് ഇൻഫർമേഷൻ തരും. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഷോ RR EP എക്സെട്ര. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റണ്ണിങ് ലേബൽസ് ആണ്. നമ്മളുടെ എൻട്രി എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ കൂടെ മൂവ് ചെയ്യുന്ന ലേബൽസിനെയാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഓഫ് ആവും. ഇനി അതിന് താഴെ നോക്കി കഴിഞ്ഞാൽ പെർഫോമൻസ് ഡാഷ്ബോർഡ് ആൻഡ് ബാക്ക് ടെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ടൂൾ ടൈം ഫോർമാറ്റ്, നിങ്ങൾക്കിപ്പോൾ ഇത് ഇവിടെ ഇപ്പം റെയിൽവേ ടൈമാണല്ലോ കാണിക്കുന്നത്, അത് AM PM വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ AM PM ആകും. മൊത്തം എല്ലാം നമ്മളുടെ നോർമൽ ടൈം അനുസരിച്ച് വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 3 മന്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു 15 ദിവസം ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് 15 ഡേയ്സിൻ്റെ റിസൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് 1 മന്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 1 മന്തിൻ്റെ ടോട്ടൽ റിസൾട്ട് കാണിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റിലോ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കാണ് വേണ്ടതെങ്കിൽ കസ്റ്റമിൽ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ കസ്റ്റം പീരീഡിലുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് ചാർട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ 1:1 ആണ് കിടക്കുന്നത്. നമുക്കിപ്പം ഗോൾഡിൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് 3 മന്തിൽ 7000 സംതിങ് പോയിൻ്റ് കളക്റ്റഡ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 50 പോയിൻ്റ്, അതായത് 0.01 നമുക്ക് ഏകദേശം എത്രയാണ് $50. ഇതിപ്പോൾ എത്രയാണ് സിസ്റ്റത്തിലാണ് ഓടുന്നത്. സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് 1:1 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഓടുന്നത്. ഫിൽറ്റർ ഓഫാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് BTCയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,76,000 പോയിൻറ്റ് 3 മാസത്തിൽ. ഇന്നത്തെ ദിവസം 2,300 പോയിൻറ്റ്. അതുപോലെ തന്നെ എത്തേറിയത്തിലാണ് നോക്കേണ്ടതെങ്കിൽ അങ്ങനെ നോക്കാം. 7,000 സംതിങ് പോയിൻറ്റ്, 197 പോയിൻറ്റ് ഇന്നത്തെ ദിവസം കളക്ട് ആയിട്ടുണ്ട്. റിലയൻസിലാണെങ്കിൽ 11 പോയിൻറ്റ് നമുക്ക് പോയിട്ടുണ്ട്, നെഗറ്റീവാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇന്നത്തെ ദിവസം 309 പോയിൻറ്റ് നെഗറ്റീവാണ്. ഇതിപ്പോൾ 1:1 ആണ്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമ്മൾ 1:1 ഇട്ടല്ല ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് 1:2 ചെയ്യണം. ഓക്കെ, ബട്ട് 3 മാസത്തെ 12,000 സംതിങ് ആണ് വന്നിരിക്കുന്നത്. യൂറോ USDയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3,819 പിപ്സാണ് വന്നിരിക്കുന്നത്. 66 പിപ്സ് ഇന്നത്തെ ദിവസമുണ്ട്. GBP USDയിൽ നോക്കിക്കഴിഞ്ഞാൽ 4,000 സംതിങ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം -17 ഇതും 1:1 ആണ് കിടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അൽഗോസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗോൾഡിൻ്റെ 1:1 വരുന്ന, അതായത് ഈ ഒരു സിസ്റ്റം കൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ 1:2 വരുന്നൊരു കൺസെപ്റ്റും അൽഗോ ആയിട്ട് റൺ ചെയ്യും. അതുപോലെ തന്നെ ഗോൾഡിൽ നമ്മളുടെ 5 പോയിൻറ്റ് SLഉം 10 പോയിൻറ്റ് ടാർഗറ്റും വരുന്ന ഫിക്സഡ് കൺസെപ്റ്റ്. ഓക്കെ, അതും റൺ ചെയ്യും. അപ്പം ഗോൾഡിൽ എന്തായി 3 അൽഗോ ആയി. അപ്പം ആവശ്യക്കാർക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു അൽഗോനെ റൺ ചെയ്യിച്ചാൽ മതി. ഇപ്പം ഫിക്സഡായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന 5 പോയിൻറ്റ് SLഉം 10 പോയിൻറ്റ് ടാർഗറ്റും വരുന്ന അൽഗോ ആണ് വേണ്ടതെങ്കിൽ അതിനെ റൺ ചെയ്യിക്കുക. ഓക്കെ, അതിന്ന ദിവസം ഏകദേശം 80 പോയിൻറ്റ് സംതിങ് വന്നിട്ടുണ്ട്. മറ്റേതാണ് വേണ്ടതെങ്കിൽ സിസ്റ്റം മോഡിൽ ഓടുന്നതാണെങ്കിൽ അതിനെ റൺ ചെയ്യിക്കുക. അപ്പം ഇത് 5 മിനിറ്റിൻ്റെ 3 പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു 15 മിനിറ്റിൻ്റെ കൺസെപ്റ്റിലുള്ള ഒരു അൽഗോയും കുറച്ച് ലോങ് റണ്ണ് ചെയ്യുന്ന അൽഗോ, അതും കുറച്ചുകൂടെ വലിയ ടാർഗറ്റും SLഉം വെച്ചുള്ളത്, അതും നമുക്ക് റൺ ചെയ്യിക്കാം. അതെല്ലാം അവിടെ കാണും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഈ സിസ്റ്റം ഉണ്ട്, ഡാഷ്ബോർഡുണ്ട്, എൻജിനുണ്ട്, എല്ലാം ഉണ്ട്, റിസൾട്ടുണ്ട്. അപ്പം ആ അൽഗോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എനിക്ക് ഇന്ന് ഗോൾഡിൽ സിസ്റ്റം ബേസ്ഡിലുള്ള ചെറിയ SL വരുന്നത് വിടാം. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് അൽഗോസ് കാണുമല്ലോ. ഇവിടെ നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് സ്ട്രാറ്റജിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണും. ഇതെല്ലാം നിങ്ങൾ നോർമലി സബ്സ്ക്രൈബ് ചെയ്താണല്ലോ വെക്കുന്നത്. ഇതെല്ലാം ഫ്രീ ആണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഏത് അൽഗോനാണ് നിങ്ങൾ ഓടിക്കേണ്ടത് ആ അൽഗോനെ ജസ്റ്റ് ഓൺ ആക്കുക. ആ അൽഗോ ആ സമയത്തേക്ക് ഓടും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പിലും നേരത്തെ അൽഗോ ഫീഡ് ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഈ റിസൾട്ട് തന്നെ ആയിരിക്കും അൽഗോ എടുക്കുന്നത്. സംഭവം മനസ്സിലായോ? അത് തന്നെ
BTCക്കും. അപ്പോൾ എന്താണ്, ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് അൽഗോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല നോർമലി. ഓക്കെ, പിന്നെ ഇപ്പോൾ നോർമലി എത്രയാണ്, $10 സംതിങ് നിങ്ങൾ അക്കൗണ്ട് മെയിൻ്റെനൻസിന് വരുന്നുണ്ട്. അതിലും എന്തെങ്കിലും ചെയ്യാൻ ഉള്ളത് ഞാൻ നോക്കട്ടെ. ഓക്കെ, പിന്നെ ഈ ടൂള് ലൈഫ് ടൈം ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ആർക്കും കൊടുക്കാൻ വേണ്ടി. ഓൾഡ് മെമ്പേഴ്സിന് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ ഇത് അലോ ചെയ്യുന്നുണ്ട്. ന്യൂ മെമ്പേഴ്സിന് മന്ത്ലി, ഇയർലി ആൻഡ് ലൈഫ് ടൈമിൻ്റെ 3 ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇത് ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ടൂളിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.